സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നമുക്കും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്കും നാളെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് കരുതി ഇന്ന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് വിനിയോഗിക്കുക എന്ന് പറയുന്നത്, ചില കാര്യങ്ങളിൽ വിനിയോഗിക്കേണ്ട എന്ന് തീരുമാനമെടുക്കുക, ചില കാര്യങ്ങളിൽ അത് ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിപരമായ തീരുമാനമെടുക്കലാണ്. ആ തീരുമാനമെടുക്കുന്ന പലരെയും നമ്മൾ പിശുക്കന്മാരെന്നും പിശുക്കികളെന്നും വിളിച്ച് കളിയാക്കിയിട്ടുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുട്ടുവരാത്ത രീതിയിലുള്ള സമ്പത്തിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ പണമാണ്. അത് എങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടാതിരിക്കണം എന്നൊക്കെയുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. ഇപ്പോൾ നമുക്ക് വൈകിട്ടൊരു ചായ കുടിക്കണം, ചിലപ്പോൾ തൊട്ടപ്പുറത്തെ തട്ടുകടയിൽ 10 രൂപയ്ക്ക് ചായ കിട്ടുന്നുണ്ടാവും. കുറച്ചും കൂടി മാറിയിട്ട് ഒരു കഫേയിൽ ചിലപ്പോൾ 25 രൂപയുടെ ചായ കിട്ടുന്നുണ്ടാവും. കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു AC റൂമിൽ കയറിയിരുന്ന് നമുക്ക് ചായ കുടിക്കാൻ പറ്റും. ചായക്ക് കുറച്ചും കൂടി കോസ്റ്റ് വരുമായിരിക്കും. നിങ്ങൾ ഏത് ചായ കുടിക്കണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എല്ലായിടത്തും കിട്ടുന്നത് ചായയല്ലേ എന്ന് നമുക്ക് വിചാരിക്കുകയും ചെയ്യാം. പക്ഷേ 10 രൂപയുടെ ചായ കുടിച്ചതിന് ശേഷം 25 രൂപയുടെ ചായ കുടിക്കുന്നവരൊക്കെ അനാവശ്യ